ഹോർമുസ് കടലിടുക്ക് കടന്ന LPG ടാങ്കർ ജഗ് വസന്ത് ഇന്ത്യയിലെത്തി. ഗുജറാത്തിലെ വാദിനാർ തുറമുഖത്താണ് കപ്പലെത്തിയത്. 47,600 മെട്രിക് ടൺ LPG ആണ് കപ്പലിൽ ഉള്ളത്. റഷീദ് ബിൻ മുഹമ്മദ് വീണ്ടും. റഷീദ്, വലിയ ആശ്വാസം. ആ കപ്പൽ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തുക വഴി ഇപ്പോഴത്തെ ഗ്യാസ് പ്രതിസന്ധിക്ക് എത്ര വലിയ ആശ്വാസം ഇതുണ്ടാക്കും? ഇപ്പോൾ വലിയ ആശ്വാസമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം LPGയുമായും അതോടൊപ്പം തന്നെ മറ്റു അസംസ്കൃത എണ്ണയുമായി എത്തുന്ന 7ാമത്തെ കപ്പലാണ് ജഗ് വസന്ത് എന്ന് പറയുന്നത്. 47,600 മെട്രിക് ടൺ LPG ആണ് ഈ കപ്പലിലുള്ളത്. അതോടൊപ്പം തന്നെ 33 നാവിക ഉദ്യോഗസ്ഥർ കൂടി ഈ കപ്പലിലുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കപ്പലിലുള്ള LPG അടക്കം സുരക്ഷിതമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് ഗുജറാത്തിലെ പോർട്ടിൽ ഇപ്പോൾ ഈ കപ്പൽ എത്തിയിട്ടുള്ളത്. ഈ കപ്പലിലുള്ള ചരക്കുകൾ 36 മണിക്കൂറിനകം തന്നെ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 47,600 മെട്രിക് ടൺ LPGയുമായി കടന്നു വരുന്ന 2ാമത്തെ കപ്പലായിട്ടുള്ള പൈൻ ഗ്യാസ് ഉടൻ ഗുജറാത്തിലെ മറ്റൊരു തീരത്ത് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിലവിൽ രാജ്യത്തെ LPG അതോടൊപ്പം തന്നെ പെട്രോൾ, ഡീസൽ അടക്കമുള്ള ഇന്ധനങ്ങൾക്ക് ക്ഷാമമില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ കപ്പലുകൾ കൂടുതൽ എത്തുന്ന സാഹചര്യത്തിൽ തീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിലെയും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലെല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം കൂടി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അതോടൊപ്പം സംസ്ഥാനങ്ങളുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ശരി റഷീദ്.